മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പേടിച്ച് ഒരു വഴിക്കായെന്ന് തന്നെ പറയാം. ദുർഗാമ്മയും മേഘനും ഉണ്ണിയൊക്കെ മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇത്തവണ പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഉണ്ണിക്കാണ്. അങ്ങനെ കരുണയോടും മോഹിനിയമ്മയോടും യാത്ര പറഞ്ഞ് ദുർഗാമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ കമലേശ്വരം വീട്ടിലെന്ന് വിചാരിച്ച് ദുർഗാമ്മയ്ക്ക് കൂട്ടിന് പോകുന്ന ഉണ്ണിയെ പാതി വഴിയിൽ ഉണ്ണിയുടെ വണ്ടി കംപ്ലൈൻ്റ് ആകുന്നു. അല്ലെങ്കിൽ മാർക്കോ കംപ്ലൈൻ്റ് ആക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ വണ്ടി സ്റ്റക്കായി നിൽക്കുന്ന ഉണ്ണി പുറത്തിറങ്ങി ഇനി ഒരു ലിഫ്റ്റ് അടിക്കാൻ ആരുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കുന്ന സമയത്ത് ഒരു രൂപം തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. ആ രൂപം ആരാണെന്ന് ഉണ്ണി ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഒരു ലിഫ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. ആ സൗണ്ട് പരിചയമുള്ള ആണല്ലോ എന്ന് കരുതി ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ ആ രൂപം തിരിയുന്നുണ്ട്. മുടി പാറി പറക്കുന്നതിനിടയ്ക്ക് മഹിയുടെ രൂപം ഉണ്ണിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. മഹി കണ്ടതും അലറി വിളിച്ച് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഓടുമ്പം പിറയെ മഹാലക്ഷ്മിയും പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ കമലേശ്വരം കമ്പനിയിൽ ചെന്നിരുന്ന് കാണിച്ച ഷോയ്ക്കെല്ലാം നല്ലൊരു തിരിച്ചടിയാണ് കൊടുക്കുന്നത്. നെഞ്ച് കത്തിപ്പോയെന്ന് തന്നെ പറയാം. ജീവൻ ഭയന്ന് ഉണ്ണി എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകുന്നു. അതേസമയം നമ്മുടെ കരുണയാണെങ്കിൽ പതിവ് പോലെ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്നു. കാരണം വിവാഹത്തിന് മുമ്പും അവൾ ഒറ്റയ്ക്കായിരുന്നല്ലോ ഒരു റൂമിൽ കിടന്നിരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നെങ്കിലും മഹാലക്ഷ്മിയെക്കുറിച്ചൊക്കെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ടായാലും അല്ലാണ്ടായാലും റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ കരുണയ്ക്ക് വല്ലാതെ പേടിയാകുന്നു. മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഇപ്പം തന്നെ ദുർഗാമ്മയും മേഘനും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം കാര്യമുണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമാണിത്. ജീവിച്ചിരുന്ന സമയത്താണെങ്കിൽ ഒരു ദിവസം പോലും സമാധാനം എന്തെന്ന് കരുണയായിട്ട് മഹാലക്ഷ്മിക്ക് കൊടുത്തിട്ടില്ല. അതിൻ്റെ എല്ലാം പ്രതികാരം ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല, തന്നെ അവൾ കൊല്ലും എന്നൊക്കെയുള്ളൊരു ഭയത്തിൽ പെട്ടെന്ന് മോഹിനിയമ്മയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ഡോറ് തട്ടി വിളിക്കുന്നു. അപ്പോൾ മോഹിനിയമ്മ വന്ന് ഡോറ് തുറക്കുന്നു. എന്താ മോളെ ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ലമ്മ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുന്നു. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്നും കണ്ട് പേടിച്ചുകൂടെ നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് അമ്മയുടെ കടന്നോട്ടെ. എന്ത് കണ്ട് പേടിക്കാനാ? മുമ്പും മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ കടന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെന്ന് മനസാക്ഷിയെ തൊട്ട് അറിയാമെങ്കിൽ പേടിക്കേണ്ട കാര്യമുണ്ട്. മോൾ എന്നോടൊപ്പം കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കയറി വാന്ന് പറഞ്ഞ് മോഹിനിയമ്മ കരുണയും കൂട്ടിക്കൊണ്ടുവന്ന് ഡോർ അടച്ച് കിടക്കാനൊരുങ്ങുമ്പോൾ മോഹിനിയമ്മയ്ക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നു. പക്ഷേ കരുണയ്ക്ക് എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഏറ്റവും അവസാനം മോഹിനിയമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കണ്ണടയ്ക്കുന്നെങ്കിലും മനസ്സിൽ മഹാലക്ഷ്മിയുടെ രൂപം മാത്രമേ ഉള്ളായതുകൊണ്ട് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുന്നു. കരുണ എന്തൊക്കെ പറഞ്ഞാലും പേടിച്ച് വിറച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മോഹിനിയമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് പുറത്ത് നടിക്കുന്നില്ല. അതേസമയം ഉണ്ണി സന്ധ്യയാവുന്നതിന് മുമ്പിട്ടേ വീട്ടിൽ കയറണമെന്ന് ദുർഗാമ്മ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇരുട്ടായിട്ടും ഉണ്ണി വീട്ടിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല മഞ്ജുവോ കണ്ണനോ ആരും വീട്ടിലില്ലെന്നുള്ള കാര്യം അറിയത്തില്ലേ. മഞ്ജു ആണെങ്കിൽ വിവാഹം കഴിച്ച് മേഘനോടൊപ്പം മേഘൻ്റെ വീട്ടിലാണ്. കണ്ണനാണെങ്കിൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ദുർഗാമ്മയ്ക്ക് പല കാര്യങ്ങൾ ഓർത്തിട്ട് പേടിയാകുന്നു. അന്ന് പൂജാമുറിയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം എടുക്കാൻ പോയിട്ട് ഏറ്റവും അവസാനം തൻ്റെ റൂമിൽ കണ്ട മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കുറിച്ചൊക്കെ ഓർത്ത് പേടിച്ച് വിറച്ചിരിക്കുന്നു. അപ്പോഴെന്തോ ഒരു ഒച്ച കേൾക്കുന്നു. അത് കേട്ടതും നെഞ്ചത്ത് കൈവച്ച് അയ്യോ എന്ന് വിളിക്കുന്നുണ്ട്. അതേസമയം ദുർഗാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവൊന്നും ആയിരുന്നില്ല, പാത്രം എങ്ങാണ്ട് തട്ടി വീണേൻ്റെ സൗണ്ടാണെന്ന്. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഞാനിവിടെ ഒറ്റയ്ക്കാ, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഇത്രയും ലേറ്റ് ആവുന്നു. അല്ലേലും അവനിപ്പോൾ പഴയതുപോലെ സ്നേഹമൊന്നും എന്നോടില്ലല്ലോ. ഭാര്യ കഴിഞ്ഞിട്ടല്ലേ മറ്റെന്തും ഉള്ളെന്നൊക്കെ മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി ഓടടാ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നു. അത് കണ്ട് സന്തോഷം സഹിക്കാനാകുന്നില്ല മാർക്കോയ്ക്കും അനന്തുവിനും. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണി പേടിച്ച് വിറച്ച് റോഡിലേക്ക് ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷം മഹാലക്ഷ്മിയും അനന്തുവും മാർക്കോയും അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. മാർക്കോ പറയുന്നുണ്ട്, ഇന്നത്തെ പെർഫോമൻസ് കലക്കിയിരുന്നു. അവൻ എന്തായാലും പേടിച്ച് വിറച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. രാവിലെ അവൻ മഹാലക്ഷ്മിയെക്കുറിച്ച് അപവാദം പറഞ്ഞതിന് മഹിയുടെ ആത്മാവ് ചോദിക്കാൻ വന്നെന്നായിരിക്കും ബോധം തെളിയുമ്പോൾ അവന് തോന്നുക എന്ന് അനന്തവും പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്കും മാർക്കോയ്ക്കൊക്കെ ചിരി വരുന്നു. എന്തായാലും അവനൊരു തിരിച്ചടി കൊടുത്തല്ലോ, എനിക്ക് സന്തോഷമായി. സ്വത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാതെ നടക്കുമല്ലേ, അങ്ങനെ തന്നെ വേണമെന്ന് മഹാലക്ഷ്മിയും പറയുന്നു. എത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് അനന്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലും പോകാൻ പറ്റാത്ത സാഹചര്യമല്ലേ. അവിടെ ഉണ്ടല്ലോ എൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും, അവരും കാണാൻ കണ്ട് ഇനി മനസ്സിലാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോകുന്നു. അതേസമയം ഉണ്ണിയെ കാണാത്ത ആ ഒരു വിഷമത്തിൽ ദുർഗാമ്മ കരുണയെ കോൾ ചെയ്യുന്നുണ്ട്. കരുണയാണെങ്കിൽ കഷ്ടിച്ചൊന്ന് ഉറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ദുർഗാമ്മയുടെ കോൾ വരുന്നത്. കോൾ എടുക്കുന്ന കരുണ ചോദിക്കുന്നത്, എന്താ അമ്മ ഇത്തവണയും മഹാലക്ഷ്മിയെ കാണാൻ കണ്ടോ? ഇല്ല മോളെ, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പേടിയാകുന്നു.
ഉണ്ണിയോട് പറ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇവിടുന്ന് കമലേശ്വരം വീട്ടിലേക്ക് പോയിട്ട് 2-3 മണിക്കൂറായല്ലോ, ഇതുവരെ അങ്ങ് എത്തിയില്ലേ? അമ്മ ഒറ്റയ്ക്കാ ഇരുട്ടുന്നതിന് മുമ്പിട്ട് കമലേശ്വരം വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. മോള് പറയുന്ന സത്യമാണോ? എങ്കിൽ ഇനി അവനെ മഹാലക്ഷ്മിയുടെ ആത്മാവും കാണാൻ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് ദുർഗാമ്മയും ചോദിക്കുമ്പോൾ കരുണയ്ക്ക് ആകെ അങ്ങ് ടെൻഷനാകുന്നു. എൻ്റെ ഉണ്ണിയേട്ടനെ മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്ത് കാണുമെന്നൊക്കെ ചോദിച്ച് കരയുമ്പോൾ ദുർഗ പറയുന്നു, മോള് വിഷമിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് വാമേട്ടനെ വിളിച്ച് കാര്യം പറയാം. വാമേട്ടനും മേഘനും കൂടി ഉണ്ണിയെ തിരക്കി പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതേസമയം വാമേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദുർഗ. ഉണ്ണി കരുണമോളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 മണിക്കൂറായി, ഇതുവരെ വീട്ടിലെത്തിയില്ല. വാമേട്ടൻ ഒന്ന് പോയി തിരക്കണം. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിരുന്നില്ലേ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കുന്നത് വരെ രാത്രിയുള്ള യാത്രയൊന്നും പാടില്ല എന്ന്. എന്നിട്ടും എന്തിനാ ഇപ്പം അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? അവൻ ഇത്തിരി നേരത്തെ വന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എത്രയും പെട്ടെന്ന് മേഘനയും കൂട്ടി ഒന്ന് പോയി തിരക്കണേ. ഞാൻ മേഘനോട് എന്തായാലും കാര്യം പോയി പറയാം, പക്ഷെ അവൻ വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതിന് ശേഷം ഇതുവരെ അവൻ സന്ധ്യയായാൽ പുറത്തേക്ക് ഇറങ്ങത്തില്ല. അതുകൊണ്ടല്ലേ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ പാർട്ടി കമലേശ്വരം വീട്ടിൽ കൊണ്ടാടിയിട്ട് പോലും ഞങ്ങളാരും വരാഞ്ഞത്. അവൻ അത്രയ്ക്ക് പേടിയാ. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്ക് വാമേട്ടാന്നൊക്കെ പറഞ്ഞ് ദുർഗ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ സീമന്തിനി ചോദിക്കുന്നു, എന്തിനാ ദുർഗ രാത്രി വിളിച്ചത്? അത് ഉണ്ണി ഇതുവരെ വീട്ടിലെത്തിയില്ല പോലും. കരുണയുടെ വീട്ടിലാണെങ്കിൽ മോഹിനി ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പ്രതാപനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് കിടക്കുമല്ലേ. അതുകൊണ്ട് അവളെ കൂട്ടിന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയതാ പോലും. ദുർഗ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാൽ ഉണ്ണി ഇതെവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും മഹാലക്ഷ്മിയുടെ ആത്മാവിനെയും കാണാൻ കണ്ട് ഭയന്ന് കാണും. അതോ ഇനി അവൾ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നൊക്കെ സീമന്തിനി ചോദിക്കുമ്പം വാമൻ പറയുന്നു, നീ ചുമ്മാ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാതെ. ഞാൻ എത്രയും പെട്ടെന്ന് ആ മേഘനെ കൂടെ വിളിച്ച് ഒന്ന് പോയി തിരക്കിയേക്കാം. അല്ലാതെ ഈ കാര്യം കാണാം ആരോടെങ്കിലും പറയാൻ പറ്റുമോ? സീമന്തിനി പറയുന്നുണ്ട്, ദേ മനുഷ്യ, രാത്രി ചുമ്മാ പുറത്തേക്ക് പോയി ഇനി മഹാലക്ഷ്മിയുടെ ആത്മാവ് നിങ്ങളെ വല്ലതും ചെയ്യുമെന്നാണ് എനിക്ക് പേടി. ദേ സീമന്തിനി, ഒന്നും മിണ്ടാതിരിക്കുന്നോ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മേഘൻ്റെ ഡോറ് പോയി തട്ടുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും മേഘനും പുറത്തേക്ക് വന്ന് ചോദിക്കുന്നു, എന്താച്ചാ ഈ രാത്രിയിൽ? അത് ഉണ്ണി ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്ത് പറ്റി? ഉണ്ണിയേട്ടൻ എങ്ങോട്ടേക്ക് പോയതാ? കരുണയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് കമലേശ്വരത്ത് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് 2-3 മണിക്കൂറായെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ കമലേശ്വരത്ത് എത്തിയില്ലെന്ന് ദുർഗ ഇപ്പം വിളിച്ചു പറഞ്ഞു. നമുക്കൊന്ന് പോയി തിരക്കാടാ. അയ്യോ അച്ഛാ, ഞാനില്ല. മഹാലക്ഷ്മിയുടെ ആത്മാവ് അവൻ എന്തെങ്കിലും ചെയ്ത് കാണും. എനിക്ക് വയ്യ അവളുടെ മുമ്പിൽ ചെന്ന് ചാടാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. തൻ്റെ ബന്ധുക്കളെല്ലാം പേടിക്കുന്നത് കണ്ടിട്ട് പോലും മഞ്ജു സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അപ്പം മഞ്ജുവിൻ്റെ ആ ഒരു മനസ്സ് മാറ്റം കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അംഗീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.